ഹായ് ഹലോ, എല്ലാവർക്കും പാറുവിൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക്, നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരു കൊച്ചു അടുക്കളയിൽ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോയും കൊച്ചു വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അത് ഇപ്പം തന്നെ ഇത് റെഡി ആവും. അതിന് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. പോർക്കിറച്ചി, അതിന് എല്ലാ കൂട്ടം മസാലകളും തിരിഞ്ഞ് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ആക്കുമോ കറിയാക്കുമോ എന്തെങ്കിലും ചെയ്യണം. ഇത് കുടിവെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമുക്ക് പോർക്കിറച്ചിയുടെ കൂടെ കഴിക്കാനുള്ള സംഭവം. കപ്പ പുഴുങ്ങാനായിട്ട് കൊത്തി നുറുക്കി കഴുകി അരിയൊക്കെ വെച്ചിരിക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ ഊറ്റി അരപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുക്കും. നിങ്ങൾക്ക് എന്നും കപ്പ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഹെയർ റേഞ്ചിൽ മാക്സിമം എല്ലാ ദിവസവും കപ്പ കഴിക്കാൻ നോക്കും കേട്ടോ. ഇതുണ്ടോ, ഇല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ദോശ വേണ്ടുന്നവർക്ക് ദോശയും ഇറച്ചിക്കറിയും, അപ്പം ചുടണമെങ്കിൽ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോർക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചോണ്ടിരിക്കുവാണ്. കപ്പയ്ക്കുള്ള അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് മിക്സിയിൽ അരച്ചു, ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് അരകല്ലിൽ അരയ്ക്കും. അപ്പം നമുക്കിതൊക്കെ തിളച്ച് കഴിഞ്ഞ് പിന്നെ റെഡിയാക്കി വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് കപ്പയും ഇറച്ചി, അതായത് പോത്തോ ചിക്കനോ പോർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കപ്പ നിർബന്ധമാണ്. പിന്നെ അത്യാവശ്യക്കാർക്ക് അപ്പം ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, ചപ്പാത്തി ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കും, കവറിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചേക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇതും കൂടി എണ്ണയിൽ വഴറ്റണം. കരിയാപ്പിലയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയും കടുകും മീറ്റ് മസാലയും ഒക്കെ ചേർത്ത് ഉരുളിക്കകത്ത് വഴറ്റിയിട്ട് വെന്തിരിക്കുന്ന പോർക്ക് കറി അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈ അല്ല കേട്ടോ, ഒരു കുറുകിയ ചാറോട് കൂടി. കാരണം എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിന് ഇച്ചിരി ചാറ് വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചാറോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡി ആയിക്കൊണ്ട് വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടോട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് കറിവേപ്പില, പച്ചമുളക്, സവാള, മീറ്റ് മസാല, പിന്നെ കുരുമുളക് പൊടി. അവിടെ ഇരിപ്പുണ്ട് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കറിയല്ല ഫ്രൈ ചെയ്തെടുക്കാം. അല്പം കുഴമ്പ് രൂപത്തിലുള്ള ഒരു കറി കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്ന് വാടിയതാണ്. ഇനിയിപ്പം ഈ പോർക്കിൻ്റെ നെയ്യ് നന്നായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കണ്ടമാനം വെളിച്ചെണ്ണ ചേർക്കണ്ട. അപ്പം നമ്മൾ എല്ലാം ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി ഫ്രൈ ആക്കി ഇത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ നെയ്യെല്ലാം കൂടെ ഉരുകി ഇതിനകത്ത് ചാറ് പൊടി കിടക്കും. കാരണം ഈ ഉരുളിയുടെ ചൂടും കൂടെ അടിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നെയ്യ് കംപ്ലീറ്റ് ഉരുകും. എന്നിട്ട് ഈ ഇരിക്കുന്നത് ഇപ്പോൾ പകുതിയാവും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക് പൊടി, മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ സർവ്വ പൊടികളും ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രൈ ആണ് പോർക്ക് ഫ്രൈ. കപ്പയ്ക്കും കഴിക്കാം, അപ്പത്തിനും കഴിക്കാം, പൊറോട്ടയ്ക്കും കഴിക്കാം, ചപ്പാത്തിക്കും കഴിക്കാം, ഏതിന് വേണമെങ്കിലും കഴിക്കാം കൂട്ടത്തിലാണ് കേട്ടോ. ഇനി ബാക്കിയിരിക്കണം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നാളെ വഴറ്റണം. തേങ്ങാക്കൊത്തും ചേർത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. തേങ്ങയൊക്കെ കൊത്തി അരിഞ്ഞൊക്കെ പെറുക്കി വരുമ്പോഴത്തേനും സമയം കടന്നു പോകും.
അതുകൊണ്ട് അപ്പോൾ സമയമുള്ളപ്പോൾ ചെയ്യുന്ന പണി, ഇത് സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നല്ല മണം വരുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചേച്ച് എണ്ണയിലിട്ട് വഴിച്ചപ്പം നല്ല സൂപ്പറായിട്ടുള്ള മണവും രുചി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. ബാക്കിയുള്ള കറി നാളെ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേറൊരു തരത്തിൽ കറിയാക്കി എടുക്കണം, പോർക്ക്. അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങി എല്ലാ പാത്രങ്ങളിലും വിളമ്പി എല്ലാവർക്കും കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട്